ഇന്ന് ധാരാളം കൂട്ടുകാർ വൻ തുക കൊടുത്ത് ഗെയിം കളിക്കാനായി മാത്രം കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് പരിചയപ്പെടുത്താമോ എന്ന്. നമുക്ക് ഒരു മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന, നമുക്ക് മികച്ച എഫക്റ്റ് നൽകുന്ന, ഗെയിം കളിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും നമുക്ക് മികച്ച സറൗണ്ട് സൗണ്ട് എഫക്റ്റ് നൽകുന്ന, വെർച്വലായിട്ടുള്ള സറൗണ്ട് സൗണ്ട് എഫക്റ്റ് നൽകുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോകൾ കാണുന്നത് പ്രത്യേകം ഓർക്കുക, നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു ഗീവ് എവേ നടത്തുന്നുണ്ട്. ഗീവ് എവേയുടെ കണ്ടീഷൻ ഇത്രയുമാണ്: യൂട്യൂബ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ സശ്രദ്ധം കണ്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. അത്തരക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് എല്ലാ ആഴ്ചയിലും സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. നമുക്ക് റാപ്പു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ലഭിച്ചിരിക്കുന്നത് ഇത്തരമൊരു പാക്കേജിലാണ്. ഫ്രണ്ടിലായിട്ട് റാപ്പുവിൻ്റെ ബ്രാൻഡിങ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. VH510 എന്നാണ് മോഡലിൻ്റെ പേര്. മോഡൽ ഇതേ പേരിൽ തന്നെ നമുക്ക് മാറിപ്പോകുന്ന രീതിയിൽ 150 എന്നുണ്ട്. ഇത് 510 ആണ്. പാക്കേജിൽ ആകെ ഉള്ളത് ഹെഡ്ഫോണും ഒരു യൂസർ മാനുവൽ കം വാറണ്ടി കാർഡുമാണ്. 1 വർഷം വാറണ്ടി ഇതിന് റാപ്പ് നൽകുന്നുണ്ട്. ബ്ലാക്കും ഗ്രേയും നിറങ്ങൾ ചേർന്ന ഒരു ബോഡിയാണ് ഇതിൻ്റേത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോഡിയാണ്. ഇതിൽ ഓക്സ് കേബിളിന് പകരം USB കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയാനുള്ള കാരണം, ഈ ഒരു ഡിസൈൻ കണ്ട് ഇത് ഇഷ്ടപ്പെട്ട് മൊബൈലിൽ ഉപയോഗിക്കാൻ വാങ്ങിയാൽ സപ്പോർട്ട് ആവില്ല എന്നറിയിക്കാനാണ്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇൻബിൽട്ടായിട്ട് ഒരു മൈക്രോഫോൺ കൂടിയുള്ള ഹെഡ്ഫോണാണ് റാപ്പുവിൻ്റെ VH510. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏതൊരു ഡയറക്ഷനിലേക്കും തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു മൈക്രോഫോണാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മൈക്രോഫോണിൻ്റെ അറ്റത്ത് തന്നെയാണ് അത് ഓണും ഓഫും ആക്കുന്നതിനുള്ള സ്വിച്ച് റാപ്പു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇയർ കപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു വോളിയം കൺട്രോൾ കാണാൻ സാധിക്കും. അതുമാത്രമാണ് ഇതിൽ ആകെയുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്ന ഭാഗം. ഗെയിമിംഗ് കമ്പ്യൂട്ടറുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിറയെ LED ലൈറ്റുകളുടെ ബഹളമാണിന്ന്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഈ ഒരു ഹെഡ്ഫോണിലും കമ്പനി ഇതുപോലെ തന്നെ കുറേയധികം LED ലൈറ്റുകൾ നിറച്ചിട്ടുണ്ട്. ചെവിക്ക് വേദന ഒന്നും എടുക്കാതിരിക്കാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇയർ കപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ കാലം നിലനിൽക്കുന്നതിനായി ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും നല്ല ഫിനിഷിങ്ങും നല്ല സ്ട്രോങ്ങുമാണ് ഇതിൻ്റെ ബോഡി. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഹെഡ് ബാൻഡിൻ്റെ പ്രത്യേകതയാണ്. ഡബിൾ ലെയറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സസ്പെൻഷൻ എഫക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഡബിൾ ലെയറായിട്ട്, ഒന്ന് മെറ്റലും മറ്റൊന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുമാണ് 2 തരത്തിലുള്ള ഹെയർ ബാൻഡുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3499 രൂപ വില വരുന്ന ഈ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 7.1-ൽ വെർച്വൽ സറൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് സമ്മാനിക്കുന്നതെന്നാണ്. അതിനായിട്ട് റാപ്പു നിർദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടി കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു മെലഡി സോങ് പോലും യൂട്യൂബിലൂടെ ഒന്ന് കേട്ടാൽ വരെ ആ ഒരു ശബ്ദം സറൗണ്ട് സൗണ്ടിലേക്ക് ഇതിലൂടെ മാറുന്നുണ്ടെന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത്. സോഫ്റ്റ്വെയറിലൂടെയാണ് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് കാണാം. ഇവിടെ ഇക്വലൈസർ കാണാം. നമുക്ക് ആവശ്യമായ രീതിയിൽ പ്രൊഫൈലുകളൊക്കെ സെലക്ട് ചെയ്യാം. ഇതുകൂടാതെ ഇക്വലൈസർ ഓണും ഓഫും ആക്കാനും 3D സൗണ്ട് ഓണും ഓഫും ആക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എഫക്റ്റ് ചെയ്യണം, അതായത് തിയേറ്റർ, ബാത്റൂം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മൈക്ക് ഓണും ഓഫും ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം ഞാൻ ഇതിലെ മൈക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയ ഫയൽ, അത് പാട്ടാവട്ടെ, സിനിമയാവട്ടെ, ഗെയിം ആവട്ടെ, ഇതിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്ത് സറൗണ്ട് സൗണ്ടായിട്ട് തോന്നും. അതേ രീതിയിൽ ഇതിൽ നമുക്ക് സൗണ്ട് ആസ്വദിക്കാനാവും. ഇവിടെ ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നൊക്കെ ഉണ്ട്, കണ്ടോ. നമുക്ക് ഈ ശബ്ദം നമുക്ക് ചുറ്റും ഇതേ രീതിയിൽ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 8D മ്യൂസിക്കൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ, അതേ രീതിയിലുള്ളത്.